നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിൽ കാണിക്കുന്ന ഓപ്ഷൻ ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ്വെയർ, അതായത് സോഫ്റ്റിൻ്റെ സപ്പോർട്ടോടെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിനകത്ത് ഓപ്ഷൻ്റെ നമുക്ക് സെപ്പറേറ്റ് ചാർട്ട് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഏത് ലെവലിലാണ് നമ്മൾ ബൈ ചെയ്യേണ്ട, അവിടെ ടാർഗറ്റ് എത്ര വെക്കണം, സ്റ്റോപ്പ് ലോസ് എത്ര വെക്കണം എന്നൊക്കെ അതേ സെയിം ചാർട്ടിൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ലൈവിൽ കാണാനോ പഠിക്കാനോ താല്പര്യമുണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഓപ്ഷൻ്റെ ചാർട്ടാണ് 25,400 പുട്ട് ഓപ്ഷൻ ചാർട്ടാണ്. ഇപ്പോഴത്തെ അതിന് മാർക്കറ്റ് വാല്യൂ ആണ് 286 റൺ ചെയ്യുന്നത്, 286.55. ആൻഡ് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഗ്രീൻ കളറിൽ അപ്പാര, അതാണ് നമുക്ക് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ തരുന്നത്. അപ്പോൾ സിഗ്നൽ എല്ലാം ഓട്ടോമാറ്റിക് ആണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് തരും, അലേർട്ട് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. സെയിം ഡീറ്റെയിൽസ് ആയിട്ട് മേളത്തെ ഡാഷ്ബോർഡിൽ ഡിസ്പ്ലേ ആവുന്നുണ്ട്. അത് ഈ ഒരു ബൈ വന്നിരിക്കുന്നത് 238.60 1:34 ഡേറ്റും ടൈം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോഫ്റ്റ് ഇങ്ങനെ സിഗ്നൽ തരുമ്പോൾ തന്നെ അവിടെ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. അതായത് സോഫ്റ്റ് തരുന്ന എല്ലാ ട്രേഡുകളും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, അതിൽ കൺഫേം ആയ എൻട്രീസ് മാത്രം എടുക്കുക. കൺഫർമേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ബൈ സിഗ്നലാണ് വന്നിട്ടുണ്ടെങ്കിൽ ബൈയുടെ ഫസ്റ്റ് കൺഫർമേഷൻ ആരോ വന്നതിന് ശേഷം പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ ബൈ സോണിൽ തന്നെ കാണിക്കണം. അതുപോലെ ഈ ആരോടെ താഴെ ബാർ കണ്ട ഓരോ ക്യാൻഡിൽ ഇങ്ങനെ ഓരോ ബാർസ് ഫോം ചെയ്യുക. അപ്പോൾ സിഗ്നൽ വരുമ്പം ഈ ഒരു ക്യാൻഡിൽ വരുമ്പോൾ താഴത്തെ ഒറ്റ ബാറേ കാണുള്ളൂ, അത് ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് ഗ്രീൻ അല്ലെങ്കിൽ 2-3 ക്യാൻഡിന് ശേഷം ഗ്രീൻ ആവുമെങ്കിൽ നമുക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഈ ഒരു റെഡ് സ്റ്റാർസിൽ റെസിസ്റ്റ് ചെയ്യുന്നതല്ല, റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത് വരുന്ന സിഗ്നൽസിന് താഴത്തെ ബാർ വേണമെന്നില്ല. പ്രൈസ് ബൈസ് ആണെങ്കിൽ എൻട്രി എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ട്രേഡ് എടുക്കാമായിരുന്നു. റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്യുന്ന 90% മാർക്കറ്റ് കയറും. നമുക്ക് ഏത് സൈഡിലാണ് എൻട്രി ആ സൈഡിലോട്ട് കയറും എന്നർത്ഥം. അപ്പോൾ 238.60 നമുക്ക് എൻട്രി വന്നപ്പം അതിൻ്റെ എക്സ് ലെവൽ സോഫ്റ്റ് കാണിച്ചത് 262, 281, 300 ഇങ്ങനെ 3 എക്സിറ്റ് ലെവൽ കാണിച്ചിട്ടുണ്ട്. ഈ ലെവലിലാണ് നമ്മൾ എക്സിറ്റ് കൊടുക്കേണ്ടത്. അതായത് നമുക്കിപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഫസ്റ്റ് ടാർഗറ്റ് വരുമ്പോൾ എക്സിറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഒരു 80-90% കൺഫേം ആക്യുറസി ഉണ്ട്. അത് സിഗ്നൽ കൺഫേം ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്തേച്ചാൽ മതി. ഇപ്പം നമുക്ക് ഓൾറെഡി ഇതിനകത്ത് 2 ടാർഗറ്റ് വന്ന ശേഷം ചെറുതായിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ റെസിസ്റ്ററിനെ ബ്രേക്ക് ആണെങ്കിൽ അവിടുന്ന് എഗെയിൻ കയറിപ്പോൾ അപ്പം നമ്മൾ 3rd ടാർഗറ്റ് അച്ചീവ് ആവും. അപ്പോൾ നമ്മളുടെ ട്രേഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് എൻ്റെ മെയിൻ ചാർട്ടിലോട്ട് ചെല്ലുക. ഇപ്പം നിഫ്റ്റി നോക്കുകയാണെങ്കിൽ കണ്ട ഇവിടുന്ന് മാർക്കറ്റ് കയറുക. ഇനി അതിൻ്റെ നിഫ്റ്റി അതിൻ്റെ സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ട് സൈഡ് മാത്രം നമ്മൾ ഇനി എൻട്രി നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ നിഫ്റ്റി റിവേഴ്സ് ബൈ വരുവാണെങ്കിൽ കോൾ സൈഡ് നോക്കാം. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കറക്റ്റായിട്ട് നമുക്ക് എൻട്രീസ് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 100% അല്ല, ഒരു 80-90% ഇതിനകത്ത് ആക്യുറസി റേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനോ ഈ ഒരു സ്ട്രാറ്റജി അറിയാനോ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.